ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യ യോഗം. സാഖ്യയോഗയിൽ നമ്മൾ കുറച്ച് ശ്ലോകങ്ങളൊക്കെ പഠിച്ചു. ആദ്യത്തെ ശ്ലോകം അർജുന വിഷാദ യോഗ. കുരുക്ഷേത്ര യുദ്ധം അല്ലേ? കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാനായിട്ട് പോകുന്നു. ഇരുപക്ഷത്തും കൗരവരും പാണ്ഡവരും നിരന്നു. ആദ്യം എന്താണ് നമ്മൾ കാണുന്നത്? സഞ്ജയനും ധൃതരാഷ്ട്രം കൂടി ഹസ്തിനപുരിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് വ്യാസ ഭഗവാൻ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മകനെ, വ്യാസൻ്റെ മകനാണ് ആര്? ധൃതരാഷ്ട്രർ. വ്യാസൻ മകനോട് ചോദിക്കുന്നു, മകനെ, നിനക്ക് യുദ്ധം കാണണം എന്ന ആഗ്രഹമുണ്ടോ? കണ്ണ് കാണാൻ വയ്യാത്ത അന്ധനോടാണ് ചോദിക്കുന്നത്. ഞാൻ നിനക്ക് ദിവ്യദൃഷ്ടി നൽകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു, എനിക്ക് നൽകണ്ട, അതിന് പകരം സഞ്ജയന് കൊടുത്തോളൂ, സഞ്ജയൻ പറഞ്ഞു തരും, എനിക്ക് അതൊക്കെ ഒന്ന് അറിയണം എന്നുണ്ട്. അങ്ങനെ സഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുക്കുന്നു. സഞ്ജയൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഭഗവത്ഗീത പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഇരുപക്ഷത്തും കൗരവരും പാണ്ഡവരും നിരക്കുന്നു. ദുര്യോധനൻ ദ്രോണാചാര്യരോട്, പാണ്ഡവ പക്ഷത്ത് ആരൊക്കെയാണ് വന്നു നിൽക്കുന്നത്, എല്ലാവരും വീരന്മാരാണ്, ഇന്ന ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഭാഗമുണ്ട്. അതിനുശേഷം ഭീഷ്മരെ സംരക്ഷിക്കാനൊക്കെ ഏർപ്പാട് ചെയ്യുന്നു. അതിനുശേഷം ഇരുപക്ഷത്തുള്ളവരും ഇരുപക്ഷത്തുള്ള പ്രമുഖർ എല്ലാവരും തന്നെ അവരവരുടെ ശംഖ് മുഴക്കുന്നു. കൃഷ്ണൻ്റെ ശംഖ് ഏതാണ്? പാഞ്ചജന്യം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാഞ്ചജന്യം എങ്ങനെ കിട്ടിയെന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഭാഗവതത്തിലെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശംഖൊക്കെ മുഴക്കി കഴിഞ്ഞപ്പോഴാണ് അർജുനൻ ഒരാഗ്രഹം. തൻ്റെ പക്ഷത്ത് ആരൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ എതിർപക്ഷത്ത് ആരൊക്കെയുണ്ട്, എല്ലാവരെയും ഒന്ന് കാണണം. അതുകൊണ്ട് രണ്ടു സേനകളുടെയും മധ്യത്തിലായി അല്ലയോ മാധവ, അങ്ങ് രഥം കൊണ്ടുവന്ന് നിർത്തിയാലും എന്ന് പറയുന്നു. അങ്ങനെ അർജുനൻ്റെ ആഗ്രഹപ്രകാരം കൃഷ്ണൻ രണ്ട് സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ് ദേ കിടക്കുന്നു, തന്നോട് യുദ്ധം ചെയ്യാൻ വന്നു നിൽക്കുന്നത് ആരൊക്കെയാണ്? തൻ്റെ ഗുരുനാഥന്മാരും തൻ്റെ അമ്മാവന്മാരും ബന്ധുക്കളും സഹോദരങ്ങളും ദേ കിടക്കുന്നു, തനിക്കെല്ലാം പ്രിയപ്പെട്ടവർ. ഇവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? യുദ്ധം സർവനാശം. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് നേടുന്ന രാജ്യം എനിക്കെന്തിന്? അതിലും ഭേദം ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലെങ്ങാനും പോയിരിക്കാം എന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ. അതിൽ അർജുനൻ്റെ പരാതിയും പരിഭവങ്ങളുമൊക്കെയാണ് പറയുന്നത്. 2-ാമത്തെ അധ്യായം സാഖ്യയോഗം. സാഖ്യയോഗയിൽ ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആത്മാവിനെ പറ്റിയും ശരീരത്തെ പറ്റിയും കർമ്മം ചെയ്യേണ്ടുന്നത് ആവശ്യകതയെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ 48 ശ്ലോകങ്ങൾ വരെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 49-ാമത്തെ ശ്ലോകം. 2-ാമത്തെ അധ്യായം 49-ാമത്തെ ശ്ലോകം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്യുച്ഛ കൃപണാഹ ഫലഹേതവഃ. ദൂരേണ എന്താണ്? ദൂരേണയുടെ അർത്ഥം ദൂരെ. ഹ്യവരം, ഹ്യവരം എന്ന വാക്ക് ഹി എന്ന വാക്കും അവരം എന്ന വാക്കും കൂടി ചേർന്നതാണ്. അതിൽ ഹി എന്നാൽ തീർച്ചയായും, അവരം ഗുണം കുറഞ്ഞ. അപ്പോൾ ഹ്യവരം എന്ന വാക്കിൻ്റെ അർത്ഥം തീർച്ചയായും ഗുണം കുറഞ്ഞ എന്നാണ് അർത്ഥം. കർമ്മ എല്ലാവർക്കും അറിയാം, കർമ്മം. ബുദ്ധിയോഗാത്, അതായത് യോഗാവസ്ഥയിലെ അറിവ്. നമുക്കത് വിശദമായിട്ട് നോക്കാം. യോഗാവസ്ഥയിലെ അറിവ്, അതാണ് അർത്ഥം. ധനഞ്ജയ, ആരാണ് ധനഞ്ജയൻ? അർജുനൻ. ബുദ്ധൗ, അർത്ഥം അറിവ്. ശരണം, ശരണത്തിൻ്റെ അർത്ഥം എന്താണ്? അഭയസ്ഥാനം, അതാണ് ശരണം എന്ന വാക്കിൻ്റെ അർത്ഥം. അനിച്ഛ, അർത്ഥം സ്വീകരിക്കുക. കൃപണ, അധമൻ. ഫലഹേതവഃ, ഫലത്തെ സ്വീകരിക്കുക.
ഇതാണ് വാക്കുകളുടെ അർത്ഥം. ഇനി നമുക്ക് ശ്ലോകാർത്ഥം നോക്കാം. അല്ലയോ അർജുന, ബുദ്ധി കൊണ്ട് ഈശ്വരപ്രാപ്തിയെ പരമലക്ഷ്യമായി കരുതാതെ ചെയ്യപ്പെടുന്ന കർമ്മം, ആ കർമ്മം നികൃഷ്ടമാണ്. ഈശ്വര ബുദ്ധിയിൽ അഭയം തേടുക. അധമന്മാരാണ് ഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നവർ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. ഈശ്വരപ്രാപ്തിയെ പരമലക്ഷ്യമായി കരുതാത്ത കർമ്മം അത് നികൃഷ്ടമാണ്. ഈശ്വരൻ എന്ന സങ്കല്പം വിട്ടാൽ പിന്നെ കർമ്മഫലം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക ഫലം. അതായത് നീ നിന്റെ കർമ്മം അനുഷ്ഠിക്കുക, അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഈശ്വരൻ നൽകും. അതായത് എനിക്ക് അത് ലഭിക്കണം എന്ന് കരുതി നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യം ലഭിച്ചു, പിന്നെ നമ്മുടെ അടുത്ത കാര്യം എന്താണ്? ഇനി അടുത്ത കാര്യം ലഭിക്കുക. ഇങ്ങനെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യപ്പെടും? പുതുതായി വന്നുകൊണ്ടേയിരിക്കും. നേടിയ ലക്ഷ്യങ്ങൾ തന്നെ വേണ്ടവണ്ണം അനുഭവിക്കുവാൻ കഴിയാത്ത ചുറ്റുപാടുകൾ വരികയും ചെയ്യും. പുതിയ ലക്ഷ്യങ്ങൾ നേടുവാനുള്ള പ്രയത്നമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിനൊക്കെയോ വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. എന്നാൽ വേണ്ടവണ്ണം നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കേണ്ടുന്ന സന്തോഷങ്ങളൊന്നും തന്നെ നമ്മൾ അനുഭവിച്ചതുമില്ല. എന്നാൽ വല്ലതും നേടിയോ? അതുമില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ നേടുന്നതിനായിട്ട്. അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തു ചെയ്യുന്നെങ്കിലും അതിൻ്റെ ഫലം ഈശ്വരൻ നമുക്ക് നല്ലത് തരും. തന്നില്ലെങ്കിൽ അത് ഈശ്വരൻ്റെ ഇച്ഛയാണ് എന്ന് കരുതി സമാധാനത്തോടു കൂടി ഇരിക്കുക. നമ്മൾ നമ്മുടെ ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുക. അതല്ലാതെ ആവശ്യമില്ലാത്ത ഫല താല്പര്യം, അത് കിട്ടും, നാളെ എനിക്ക് അത് കിട്ടും, ഇത് ചെയ്താൽ എനിക്ക് നാളെ അങ്ങനെ കിട്ടും, സ്വർഗം കിട്ടും, അല്ലെങ്കിൽ നരകം കിട്ടും, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എങ്ങും എത്തുകയില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനായി നമ്മൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ഇരിക്കുന്നത് ആ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ആ പൊസിഷനിലുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്ത് ചെയ്താലും അത് ഈശ്വരൻ വേണ്ടി ചെയ്യുന്നു എന്ന് കരുതിയാൽ പിന്നെ നമ്മൾ ഒരു ദുഃഖവും അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് വിശ്വസിക്കുക. ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ മൂത്ത ഒരു മകനാണ് ഉള്ളതെന്ന് കരുതുക. അച്ഛനും അമ്മയ്ക്കും വലിയ സമ്പത്തൊന്നുമില്ല. ഈ മൂത്ത മകൻ്റെ ഉത്തരവാദിത്തമാണ് അമ്മയും അച്ഛനെയും നോക്കുക, താഴെയുള്ള സഹോദരങ്ങളെയൊക്കെ വിവാഹം കഴിപ്പിച്ചയക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ആ വീട്ടിലെ മൂത്ത കുട്ടിക്ക് ഉണ്ട് എന്ന് കരുതുക. അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുമ്പോൾ നാളെ തൻ്റെ കൂടപ്പിറപ്പുങ്ങൾ തന്നെ തിരിച്ച് സഹായിക്കണം എന്ന ഒരു ചിന്ത വെക്കരുത്. അതാണ് ഈശ്വരൻ ഇവിടെ പറയുന്നത്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും നോക്കുന്നു, എൻ്റെ കൂടപ്പിറപ്പുങ്ങളെ ഞാനൊരു നല്ല നിലയിലേക്ക് എത്തിക്കുന്നു, അവരെ വിവാഹം കഴിപ്പിച്ചയക്കുന്നു, എൻ്റെ അനുജന് ഒരു ജോലി മേടിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ കടമയാണ്. ഇതെല്ലാം ഈശ്വരന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഭഗവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നീ നിർവഹിക്കുക. അതിൻ്റെ എല്ലാം ഫലം, ഇന്ന് ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം എനിക്ക് ഈശ്വരൻ തന്നുകൊള്ളും. അതല്ലാതെ എൻ്റെ കൂടപ്പിറപ്പുകൾ നാളെ എന്നെ സഹായിക്കും എന്ന് വിശ്വസിക്കേണ്ട, അങ്ങനെ വിചാരിക്കേണ്ട. ചിലപ്പോൾ അവർ നമ്മളെ സഹായിച്ചില്ല എന്ന് വരാം. അപ്പോൾ നമ്മൾ ദുഃഖിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് ഈശ്വരനെ മുൻനിർത്തി ചെയ്യുക, ഈശ്വരന് വേണ്ടി ചെയ്യുക. നമ്മൾ പറയും, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമെല്ലാം, നമ്മൾ ആർക്ക് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും നന്മ ചെയ്താലും അതിൻ്റെ എല്ലാം ഐശ്വര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും എന്ന് നമ്മൾ പറയും. നമ്മൾ ചിലപ്പം ഒരാൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നു, തിരിച്ച് നമ്മളെ അവർ സഹായിക്കില്ല. 100% ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ചെയ്ത ഉപകാരത്തിൻ്റെ ഫലം ആര് നൽകും? ഈശ്വരൻ നിങ്ങൾക്ക് നൽകിക്കോളും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ഈശ്വരൻ നല്ലത് നൽകും. അപ്പോൾ ഈശ്വരന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ചെയ്യുക. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നന്മകൾ
കടമകൾ അത് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. അതല്ലാതെ എനിക്ക് അവർ സഹായിക്കും, നാളെ എനിക്ക് സ്വർഗം കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകും, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവുമൊക്കെ. അതുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ജോലികൾ ചെയ്യുക. കർമ്മഫലം ഈശ്വരൻ നൽകും. അധമന്മാരാണ് ഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് നരകമായിരിക്കും ഫലം എന്ന് അർജുനൻ പറയുന്നുണ്ട്. ഇവിടെ സ്വർഗവും നരകവും ഒന്നും ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. നീ നിൻ്റെ ജോലി ചെയ്യുക ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട്, അതിൻ്റെ ഫലം ഞാൻ തന്നുകൊള്ളാം, നീ ജോലി ചെയ്യാതെ മാറിപ്പോകാതെ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ യുദ്ധം ചെയ്യുക എന്നുള്ളത് ക്ഷത്രിയനായ നിൻ്റെ ഉത്തരവാദിത്തമാണ്. ഭൂമിയെ സംരക്ഷിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്താലും അത് ഈശ്വരനെ മുൻനിർത്തി ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയുടെയും ഫലം അത് ഈശ്വരൻ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നൽകുന്നതായിരിക്കും. അത് പ്രത്യേകം ഓർക്കുക. നമ്മൾ ഉപകാരം ചെയ്തവർ തിരിച്ചു നമ്മളോട് ചെയ്തില്ല എന്ന് കരുതി പരിഭവിക്കുകയും വേണ്ട.